തിരിച്ചു വന്ന് കാണാൻ തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു സൂര്യ ഫാനാണ്. ഞാൻ ഉറങ്ങിപ്പോയി ബ്രോ, എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം കിടന്നപ്പോഴേ ഉറങ്ങി. എന്തുവാ ഇത്, കങ്കുവെന്നല്ല എന്തുവാ? 460 മാംഗോ ചില്ലിയും 2 താറാമുട്ട ഞാനും എൻ്റെ സുമേഷും കൂടെ അടിച്ച് എവിടെയെങ്കിലും കയറിയത്. ഇനി ഞാൻ എങ്ങനെ അടിക്കും? ചേട്ടാ ഇത് എന്തോന്ന് അപരാധം ചേട്ടാ ഇത്. ശിവ എന്ന് പറയുന്ന വ്യക്തി എനിക്കൊന്നും പറയില്ല ബ്രോ. എന്താണ് രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അന്യായ പടം 2.5 മണിക്കൂറെങ്കിൽ 2.5 മണിക്കൂർ ഇതുപോലെ കീടുപടം. അതൊക്കെ സമ്മതിച്ചു കൊടുത്തേ. ഞാൻ ഉറങ്ങിപ്പോയി ബ്രോ, എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം കിടന്നപ്പോഴേ ഉറങ്ങി. ചേട്ടാ ഇത് എന്തോന്ന് അപരാധം ചേട്ടാ ഇത്. തിയേറ്റർ കത്തിക്കാനുള്ളതെന്നില്ല. ലാസ്റ്റത്തെ അടിയൊന്നും കണ്ടില്ല, ഉറങ്ങിപ്പോയി. നല്ല ഇഴച്ചിലുണ്ട്. കൊള്ളൂല പടം. സിനിമ ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ. ട്രെയിലറൊക്കെ കണ്ട് അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞ് രാവിലെ ഉറക്കം എണീറ്റ് വന്നതാ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് കയറിയത്. കാരണം തിരിച്ചു വന്ന് കാണാൻ തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതും വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു സൂര്യ ഫാനാണ്, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു സിനിമ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വന്നത്. നല്ല പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു സൂര്യ ഫാൻസ് അറിഞ്ഞാണ്. സൂര്യ പടം എന്തായാലും അടിപൊളി. പിള്ളേരെ കൊണ്ട് കാണി. പിള്ളേർ ഒന്ന് ഒരു മറ്റേ പ്രേതപ്പടം പോലെയോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ പടം പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഇതിനകത്ത് കൊള്ളാവൂ. വേറെ ഒന്നും ഇതിനകത്തൊന്നുമില്ല. എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഏതാണ് എന്തുവാ ഇത്, കങ്കുവെന്നല്ല എന്തുവാ? പടം പേഴ്സണലി തീരെ പിടിച്ചില്ല. ഒരുമാതിരി അലർച്ചയും വിളിയും ഒരുമാതിരി മൊത്തം ആ പരിപാടിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരുമാതിരി ഈ ശിവ എന്താണ് പണി വെച്ചതെന്ന് ശരിക്കും ഒരുമാതിരി വല്ലാത്തൊരുതായിപ്പോയി. ആ പാവം സൂര്യരെ കഷ്ടപ്പാട് ഒരു ബലം കാണാത്ത പോലെ ആയിപ്പോയി. നമുക്കൊരു വിഷമം തോന്നുന്നു. പുള്ളി അത്രയ്ക്ക് ഈ പടത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആക്ടിങ് എല്ലാം പുള്ളി മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷേ ഡബിങ്ങും ഈ ശിവയുടെ എക്സിക്യൂഷനും എല്ലാം മൊത്തത്തിൽ പാളിപ്പോയി. പോരാ, ഇഷ്ടമായില്ല, ബോറായിരുന്നു. ആക്ഷൻസും കുറേ ഇടയ്ക്കൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. ബട്ട് എന്നാലും ഓവറോൾ ഒരു പറയുന്നതൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. കൊള്ളൂല ബ്രോ, പടം പോയി. സൂര്യരെ ഒരു തിരിച്ചുവരവെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ 10 വർഷം കൊണ്ട് ഇത് തന്നെ, 11ാമത്തെ വർഷം ഇത് തന്നെ. പോരാ, പടം പോരാ. ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് എന്നെ ഈ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്, അല്ലാതെ ശിവ എന്ന് പറയുന്ന വ്യക്തിയല്ല. പക്ഷേ എനിക്ക് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൂര്യയുടെ പെർഫോമൻസ് നൈസായിരുന്നു. 4 മണിക്ക് തുടങ്ങേണ്ട പടം 5 മണിക്കാണ് തുടങ്ങിയത്. പടം തുടങ്ങി ഞാൻ വിചാരിച്ച് ആദ്യമൊക്കെ നല്ല കിടിലൻ സൂര്യയുടെ എൻട്രിയൊക്കെ ആയിരിക്കും വിചാരിച്ച്. പിന്നെ പടം കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാൻ. ഇതിലെനിക്ക് ഇത്തിരി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് സൂര്യണ്ണൻ്റെ പെർഫോമൻസ് മാത്രമാണ്, അല്ല എനിക്ക് വേറെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ ശിവ എന്ന് പറയുന്ന വ്യക്തി എനിക്കൊന്നും പറയില്ല ബ്രോ. എന്താണ് ആ പുള്ളിക്ക് 2 വർഷമാണ് ആ പുള്ളി ഈ പടത്തിന് വേണ്ടി മാറ്റി വെച്ചത്. എന്നിട്ട് ആ പുള്ളിയെ വഞ്ചിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ബ്രോ. സീരിയസ് ആയിട്ടും പറയാം. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സൂര്യ ഫാനൊന്നുമല്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടതാണ്. പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ബ്രോ. ഞാൻ എന്തൊരു പറയട്ടെന്ന്. എൻ്റെ 480 രൂപയാണ് പോയത്. 480 രൂപ. ഇന്നലെ ഞാൻ കിടന്ന് നൈറ്റ് ഊബർ ഓടിയ പൈസയാണ് പോയത്. 480 രൂപ. അറിയാമോ? ആ 480 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 460 മാംഗോ ചില്ലിയും 2 താറാമുട്ട ഞാനും എൻ്റെ സുമേഷും കൂടെ അടിച്ച് എവിടെയെങ്കിലും കയറിയത്. ഇനി ഞാൻ എങ്ങനെ അടിക്കും? എങ്ങനെ കഷ്ടപ്പെടും? അത് കാർത്തിനെ കൊണ്ടുവന്നെങ്കിലും പണം പിടിച്ചു നിർത്താൻ. കാർത്തിനെ കൊണ്ടുവന്നിട്ട് അടുത്ത ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് പറയാം. സത്യം പറയുക, ഈ ഫ്ലെക്സൊക്കെ വെച്ച നമ്മുടെ സൂര്യ ഫാൻസ് പയ്യന്മാരുണ്ടല്ലേ, അവന്മാരെ സമ്മതിക്കണം. പൈസകൾ മാറി അറിഞ്ഞാണ് ചെറുക്കന്മാർ ഈ ഫ്ലെക്സൊക്കെ വെച്ചാൽ അതിനൊരു ഉപയോഗം ഈ ശിവൻ തന്നില്ലല്ലേ. ഏറ്റവും അവസാനം പടം നമുക്ക് ബോറടിച്ച്. എൻ്റെ അടുത്തിരിക്കുന്ന ആളും പയ്യനും ആ ലേഡിയും കൂടെ ഞാൻ നോക്കിയാൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങണം.